സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനിഷ്ടമുണ്ടാക്കുന്ന റൂളിങ്ങുകളും അതിൽ വന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് അത്തരം വിമർശനങ്ങൾ ഉണ്ടാവും. ആ വിമർശനങ്ങൾ തുറന്ന മനസ്സോടെ സ്വീകരിച്ച് അങ്ങനെയും അവർ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാനൊരു അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഇതൊന്നും വ്യക്തിപരമായിട്ട് ഞാൻ കാണുന്നേ ഇല്ല. വ്യക്തിപരമായിട്ട് അദ്ദേഹവുമായിട്ടും പ്രതിപക്ഷത്ത് തന്നെ ഈ ആക്രോശാത്മകമായ നിലയിൽ പെരുമാറുന്ന ആളുകളായിട്ടൊക്കെ എനിക്ക് വളരെ അടുത്ത സൗഹൃദമാണുള്ളത്. അതിലൊന്നൊരു ആരും പൊതുസമൂഹവും ആരും ഇതിനൊന്നും വ്യക്തിപരമായിട്ട് കാണേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയാം. അതുപോലെ പ്രതിപക്ഷത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ചട്ടങ്ങളുടെയും രീതികളുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് ആവശ്യപ്പെട്ടാൽ എനിക്ക് സഹായിക്കാൻ പറ്റും. അതിനപ്പുറം അപ്രതീക്ഷിതമായ രീതികൾ വന്നിട്ട് ഇങ്ങനെയാണ് പ്രതിപക്ഷത്തെ സംരക്ഷിക്കേണ്ടതെന്നാൽ അത് സാധിക്കുന്ന കാര്യമില്ല. പ്രതിപക്ഷത്തിൻ്റെ അവകാശം സംരക്ഷിക്കുന്നതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെയും ബിസിനസ് നടത്തിക്കൊണ്ടുപോകാനുള്ള ബാധ്യത കൂടി സ്പീക്കർക്കുണ്ടെന്നുള്ളത് ദയവായിട്ട് മനസ്സിലാക്കണം. രാഷ്ട്രീയപരമായ വിവാദങ്ങളിലേക്ക് സ്പീക്കറില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണെങ്കിൽ നടന്ന ചില വിമർശനങ്ങൾ പലപ്പോഴും അത് രാഷ്ട്രീയമായി മാറിപ്പോകുന്നുണ്ട്. ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൊക്കെ രാഷ്ട്രീയമായിട്ട് അഭിപ്രായമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. ആ അഭിപ്രായമൊന്നും എന്നെ സ്വാധീനിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിന് ചട്ടങ്ങൾക്കനുസരിച്ച് ഉന്നയിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഇനിയും കൊടുക്കും. ചോദ്യോത്തര വേള സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള മറ്റ് അംഗങ്ങളുടെ അവകാശത്തെ ഹനിക്കലാണ്. അത് ശരിയല്ല. പിന്നെ ശബരിമല വിഷയമാണ്, ശബരിമല മാത്രമാണ് കേരളത്തിൻ്റെ വിഷയമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. സ്പീക്കർ ശ്രീരാമകൃഷ്ണനാണ് നിയമസഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ രൂക്ഷ വിമർശനങ്ങൾക്കുള്ള മറുപടിയുമായി ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണുന്നത്.